അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത്ത്. നമ്മളിന്ന് വാഴയ്ക്ക് പോളിയാർ കൊടുക്കുകയാണ്. നമ്മളിതുവരെ 2-3 വളപ്രയോഗങ്ങൾ ഈ വാഴയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വാഴയ്ക്ക് നല്ല വളർച്ചയുണ്ട്. ഇലകൾക്കൊക്കെ നല്ല കരുത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇലയിൽ വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടം നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. നനച്ച് നല്ല രീതിയിലുള്ള തണുപ്പായതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കരിച്ചിലാണ്. നല്ല വേനലായിട്ടുണ്ട്. കാരണം നമ്മുടെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴൊക്കെ ഇലക്കരിച്ചിൽ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അങ്ങനെ രോഗങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നല്ല രീതിയിൽ വാഴ നനച്ച് കൊടുത്തതിന് ശേഷം രാവിലെ വെയിലിന് മുമ്പ് മരുന്നടിച്ച് കൊടുക്കാണ്ട് ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ട് അത് സാധിക്കുകയില്ല. അങ്ങനെ പറ്റുന്ന ആൾക്കാർ രാവിലെ വെയിലിന് മുമ്പായിട്ട് അടിച്ചു കൊടുക്കുക. മഞ്ഞുവെള്ളത്തോടു കൂടി അടിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇലയുടെ മുകളിലും താഴെ വളം കിട്ടുന്നത്തക്ക രീതി വേണം വാഴകളിൽ അടിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിത് അടിച്ചു കൊടുക്കുന്നതോടുകൂടി വാഴകൾക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊണ്ടുള്ള ഡെഫിഷ്യൻസി ഒരു പരിധി വരെ NPKൻ്റെ ഫോർമുല കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടിയാണ് മൈക്രോ ന്യൂട്രിയൻസും NPK വളവും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്തിട്ടുള്ളത്. പരമാവധി തന്നെ നല്ല വെയിലിന് മുമ്പ് തന്നെ രാവിലെ അടിച്ചു കൊടുക്കുക. അത് ബാഷ്പീകരണം കുറച്ച് ഇലകളിലോട്ട് ഇത് പെട്ടെന്ന് കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല വേനലാണ് ചെയ്യുന്നത്. ഇതേ വളം നമ്മൾ മഴ ഉള്ള ടൈമിലാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇലകളിൽ വളം ചെയ്തതിന് ശേഷം 3 മണിക്കൂർ മഴ ലഭിക്കരുത്. അതായത് വെള്ളമൊന്നും ഇലകളിൽ വീഴരുത്. അത് നമ്മുടെ വളപ്രയോഗം പാഴായി പോകും. അന്നേരം മഴക്കാലത്ത് വളം ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. 3 മണിക്കൂർ തൊട്ട് നമുക്ക് മഴ ലഭിക്കാതിരുന്നെങ്കിൽ മാത്രമേ ഈ വളം ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ വാഴയുടെ വളർച്ച പെട്ടെന്നായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 5 ദിവസത്തിന് ശേഷം നമ്മൾ ഈ തോട്ടത്തിൽ വളം ഇട്ട് കൊടുക്കുകയാണ്. ആ വളം കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വാഴ നല്ല രീതിയിൽ വളർച്ചയിലോട്ട് എത്തുകയും ചെയ്യും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. നനവ് എത്രത്തോളം കൊടുക്കാവോ അത്രത്തോളം കൊടുക്കുക. അതിനുള്ള റിസൾട്ട് നമുക്ക് വാഴകളിൽ കിട്ടും. ചൂട് കയറിക്കഴിഞ്ഞ് വാഴയ്ക്ക് മഞ്ഞപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര വെള്ളം അടിച്ചിട്ടും കാര്യം ഉണ്ടാകില്ല. അത് മാറി വരാനായിട്ട് ഒത്തിരിയേറെ സമയം എടുക്കും. ചിലപ്പോൾ അത് മാറിയില്ല എന്ന് തന്നെ വരും. ആ ഒരു സാഹചര്യത്തിലോട്ട് കടക്കാതെ നല്ല രീതിയിലുള്ള നനവ് വാഴകൾക്ക് കൊടുക്കുക. അത് നമ്മളിന്ന് ഇട്ടിരിക്കുന്ന വാഴയ്ക്ക് കൊടുത്തിരിക്കുന്ന വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ 200 ലിറ്റർ വെള്ളത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് 1/2 ലിറ്ററും NPKൻ്റെ 20-20-20 ഫോർമുല 1 കിലോയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നല്ല രീതിയിൽ വാഴയുടെ മുകളിലും താഴെയും കിട്ടുന്നത്തക്ക രീതിയിൽ വെയിലിന് മുമ്പായിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഈ വളം രാവിലെ അടിച്ചു കൊടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളിലോട്ടായി കഴിഞ്ഞാൽ വാഴകളിൽ പിന്നീട് വരുന്ന വെയിലിലുള്ള പ്രവർത്തനങ്ങൾ കുറയും. അതുപോലെ നമ്മൾ അടിച്ചു കൊടുത്ത വളങ്ങൾ കൃത്യമായിട്ട് വാഴ വലിച്ചെടുക്കാതെ വരും. അതുകൊണ്ട് വൈകുന്നേരം ഒഴിവാക്കിയിട്ട് രാവിലെ അടിച്ചു കൊടുക്കുന്നതാണ് വാഴയ്ക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ. പോളിയാർ വളങ്ങൾ ചെയ്യുന്നതിനകത്ത് നമുക്കൊരു പെട്ടെന്നുള്ളൊരു ബൂസ്റ്റിംഗ് ഉണ്ടാകും. നമുക്ക് ഇട്ട് കൊടുക്കുന്ന വളത്തിനകത്ത് പൂർണ്ണമായിട്ട് നമ്മൾ 200 ഗ്രാം വളം അതിൻ്റെ കൂടുതൽ മൈക്രോ ന്യൂട്രിയൻസും കൂടി ആഡ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ അത് പൂർണ്ണമായിട്ടും വാഴ വലിച്ചെടുക്കുകയില്ല. അങ്ങനെ വലിച്ചെടുക്കാതെ മൈക്രോ ന്യൂട്രിയൻസ് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് നമുക്ക് വാഴകളിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വളം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഇട സമയങ്ങളിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് നമുക്ക് വാഴകളിൽ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് വാഴകളിൽ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും മാറുകയില്ല. എന്നിരുന്നാലും ഒരു പരിധി വരെ നമുക്ക് ഗുണം ചെയ്യും. ഇനിയും നമുക്ക് വരുന്ന 2 വളപ്രയോഗത്തിനകത്ത് മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യും. എന്നിരുന്നാൽ മാത്രമാണ് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് മൂലം വാഴയ്ക്കുണ്ടാകുന്ന തകരാറുകൾ മാറിക്കിട്ടുക. അതിനുശേഷം നമ്മൾ സാധാരണ രീതിയിലുള്ള യൂറിയ പൊട്ടാഷിലോട്ട് കിടക്കുക. ആ ഒരു 5-ാം മാസത്തിന് ശേഷമാണ് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് നിർത്തുന്നത്. 5 മാസം വരെ കൊല ഇടുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് 5.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വാഴ കൂമ്പിടും. അതുകൊണ്ടാണ് നമ്മൾ ഈ 5 മാസത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ സ്ഥാനത്ത് മറ്റിനം നേന്ത്രവാഴകളാണെങ്കിൽ ഇപ്പോൾ 10-ാം മാസത്തിൽ 7-ാം മാസത്തിൽ കൂമ്പിടുന്നതാണെങ്കിൽ നമുക്ക് 6-ാം വളം വരെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കേണ്ടി വരും. അതൊരു സ്ലോ ആയിട്ടാണ് വലിച്ചെടുക്കുക. സ്ലോ പ്രവർത്തനത്തിന് അതിന് മതിയാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് കൂമ്പിടുന്നതാണ്. നമുക്ക് എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ വാഴയ്ക്ക് 5 മാസം മുമ്പ് പരമാവധി വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടിലോട്ട് കിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് ഇപ്പോൾ കിൻഡൽ വാഴയൊക്കെയാണ് 14 മാസത്തെ കൃഷിയൊക്കെ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് കൊടുത്താൽ മതി. മൈക്രോ ന്യൂട്രിയൻസ് ഒന്നിടവിട്ട് വളങ്ങളിൽ ആഡ് ചെയ്താലും മതിയാകും. അതിനകത്തൊരു 3 പ്രാവശ്യം ഇലകളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറും. അതുപോലെ തന്നെ റോബസ്റ്റ് ഇനങ്ങളും ഞാലിപ്പൂ ഇനങ്ങൾക്കുമൊക്കെ നമുക്ക് ഈ പോളിയാർ വളങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള രീതിയാണ് ഇലകളിലൂടെ സ്പ്രേ ചെയ്യുക. അത് വളരെ എഫക്റ്റീവാണ്. നമ്മളിപ്പോൾ കുറേ കാലങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിനുള്ള റിസൾട്ട് നമുക്ക് ഒരു 6-7 ദിവസം കൊണ്ടൊക്കെ നമുക്ക്
പുതിയൊരു ഇല വരാനായിട്ട് ഇപ്പോൾ കൂമ്പിലൊക്കെ വിരിയാൻ നിൽക്കുന്നതിൻ്റെയൊക്കെ പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഇലകളിലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയും നമ്മൾ സൂക്ഷ്മമൂലകങ്ങൾ കൊടുത്തതിനുള്ള റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പുതിയ ഇല വിരിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് ഇലകളിലോട്ട് സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടും. നമുക്ക് ഇലകളിൽ മാത്രം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വാഴയ്ക്ക് മതിയാകില്ല. ചുവട്ടിൽ നമ്മൾ വളം ഒഴിച്ച് കൊടുക്കുകയും ഇട്ട് കൊടുക്കുകയും വേണമെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഫോളിയാർ മാത്രമാക്കി കഴിഞ്ഞാലും അതും ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ കാലാകാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ഭൂമിയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മണ്ണിൽ സൂക്ഷ്മമൂലകങ്ങളുടെ അളവ് വളരെയധികം കുറവായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇലകളിലും ചുവട്ടിലും മൈക്രോ ന്യൂട്രിയൻസും പ്ലസ് NPK വളങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ 4 മാസത്തിലോട്ട് കിടക്കുകയാണ്. അന്നേരം തണ്ടുവരപ്പൻ്റെ ആക്രമണം ഈ ഒരു സമയത്ത് ഉണ്ടോ നോക്കുക. ഇപ്പോൾ നമ്മുടെ തോട്ടത്തിൽ കുറേയേറെ പുല്ല് വളർന്നിട്ടുണ്ട്. അത് പുഴുക്കളുടെ ശല്യത്തിനും കാരണം രാവിലെ മഞ്ഞുവെള്ളമൊക്കെ ഉണ്ട്. അതായത് നമ്മൾ അടുത്ത വളപ്രയോഗത്തിനകത്ത് ഇതെല്ലാം ചെത്തിക്കൂട്ടി നല്ല രീതിയിൽ നനച്ച് ചെറിയ മുളകളൊക്കെ വന്നിരിക്കുന്നത് ചെത്തിക്കളഞ്ഞ് അങ്ങനെ വളപ്രയോഗത്തിനായിട്ട് സജ്ജീകരിക്കും. അന്നേരം ഏകദേശം 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തിന് ഇടാനായിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് മറ്റു തോട്ടത്തിലെ വാഴകളൊക്കെ കൂമ്പിട്ടും കൊലകളൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പുതുതായിട്ട് വിരിഞ്ഞു വരുന്ന കൂമ്പുകളൊക്കെ ഇലയെ തട്ടി കുറേയെണ്ണം നമുക്ക് പോയിട്ടുണ്ട്. അന്നേരം എന്നും രാവിലെ തോട്ടത്തിൽ പോയി നോക്കുക. കൊലയൊക്കെ വിരിഞ്ഞിരിക്കുന്ന തോട്ടമാണെങ്കിൽ അതിൻ്റെ ഇലയുടെ സെൻറ്റർ ഭാഗത്ത് ഈ ഒരു പോർഷനിലൊക്കെ തട്ടി നിൽപ്പുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. മഞ്ചേരി വാഴയ്ക്കുള്ളൊരു പ്രത്യേകതയാണ് വാഴയുടെ തണ്ടിന് ഇലയുടെ തണ്ടിന് നല്ല രീതിയിലുള്ള കട്ടിയായിരിക്കും. അന്നേരം ആ ഇലയുടെ സെൻറ്ററിൽ വന്ന് വാഴക്കൂമ്പ് വിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിന് സ്ട്രെങ്ത് കൂടും. കൂമ്പിന് താഴോട്ട് വരാനുള്ള പ്രവണതയും കൂടും. അന്നേരം ഈ ഇല ഒടിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കൂമ്പ് അതിൻ്റെ കൂട്ടത്തിൽ ഒടിഞ്ഞ് താഴെ പോകും. നമുക്ക് ആ കൊല നഷ്ടമാകും. അങ്ങനെ വരാതിരിക്കാനും കൂടി കൊലയിട്ടിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. മഞ്ചേരി വാഴ നട്ടിട്ടുള്ള ആൾക്കാർ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വളപ്രയോഗങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏകദേശം 5 ദിവസത്തിന് ശേഷം അടുത്ത വീഡിയോയിൽ വളപ്രയോഗം ഇടുന്ന ടൈമിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.